നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തികച്ചും ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവരികയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട അഫാന്റെ വായിൽ നിന്നും തന്നെയാണ് ചില സത്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അഫാൻ പറയുകയാണ് ഈ നിമിഷം അന്ന് രാവിലെ നടന്ന സംഭവ വികാസകത്തെക്കുറിച്ച്. ഉമ്മ തന്നെക്കുറിച്ചും അന്ന് നടന്ന സംഭവത്തെക്കുറിച്ചും എല്ലാം പോലീസിനോട് മൊഴി നൽകിയെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ് അഫാൻ. ഇനി ഒളിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് അഫാൻ അന്ന് മൊബൈൽ ഫോണിൽ കണ്ട കാര്യങ്ങളും അന്ന് സെർച്ച് ചെയ്ത കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറയുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കടബാധിതയിൽ മുടിഞ്ഞ അഫാന്റെ കുടുംബം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നാണ് അഫാൻ മൊഴി നൽകിയത്. ഇക്കാര്യം വീട്ടിലും ചർച്ച ചെയ്തിരുന്നു. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൂട്ടക്കൊലയ്ക്ക് മുൻപ് യൂട്യൂബിൽ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടു എന്നാണ് പ്രതി അഫാൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ നൽകിയിരിക്കുന്ന മൊഴി. ഈ ദൃശ്യങ്ങൾ ഉമ്മ ഷെമിയെയും താൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസിനോട് അഫാൻ പറഞ്ഞതായ വിവരം പുറത്തുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉമ്മ ഷെമിയെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അഫാൻ പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുത അറിയുകയാണ് പ്രധാന ലക്ഷ്യം. നേരത്തെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ യൂട്യൂബിൽ, അതും അഫ്സാന്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ മകന്റെ ഫോണിൽ ഇളയ മകനെ കൊണ്ട് സെർച്ച് ചെയ്ത് കണ്ടെന്ന് ഷെമി പറഞ്ഞിരുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ അഫാൻ ആവർത്തിക്കുന്നത്. ഈ മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ കുടുംബസമേതം എങ്ങനെയാണ് മരിക്കുക എന്നതിനെ കുറിച്ച് വ്യക്തമായി തന്നെ അന്വേഷിച്ചു. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ പരസ്പരം എല്ലാവരും കണ്ടിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. അതായത് അഫാൻ പറയുന്നു, അതായത് എന്തിനാണ് ഈ കൂട്ടക്കൊല എന്ന ചോദ്യത്തിന് അഫാൻ പറഞ്ഞത് കടബാധിത കാരണം ആദ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു, ആദ്യം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു, അതിൽ ഭയന്നിട്ടാണ് എല്ലാവരും കൊന്നത് എന്നുള്ളതാണ്. എന്തായാലും അത് ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഷെമിയെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യും. അഫാൻ കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്നത് ഷെമിക്ക് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ സത്യം പറയാനായി ഷെമി മടിച്ചിരുന്നുവെങ്കിലും പിന്നീട് അഫാനെതിരെ മാതാവിന്റെ നിർണായക മൊഴി നേരത്തെ പുറത്തു വന്നത് വലിയ രീതിയിൽ തന്നെയാണ് ചർച്ചയായത്. ആക്രമിച്ചത് അഫാൻ തന്നെയാണ് എന്ന് ഉമ്മ ഷെമി മൊഴി നൽകിയിരുന്നു. അഫാൻ കഴുത്തിൽ ഞെരിച്ചു, ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്ത് ഞെരിച്ചത് എന്നാണ് അഫാന്റെ മൊഴി. അഫാന്റെ മൊഴിയും ഒപ്പം അതുപോലെ തന്നെ ഷെമിയും പറഞ്ഞത്. കിളിമാനൂർ CI മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഇക്കാര്യം ഷെമി വെളിപ്പെടുത്തിയത്. കട്ടിലിൽ നിന്ന് വീണ് തലയിൽ ഇടിച്ചിട്ടുണ്ടായ മുറിവാണെന്നാണ് ആദ്യം ഷെമി കരുതിയത്. പിന്നീട് മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഈ മൊഴിയിൽ ഇപ്പോൾ ഷെമി ഉറച്ചു നിൽക്കുകയാണ്. വയോജന കേന്ദ്രത്തിന്റെ സംരക്ഷണത്തിലാണ് ഷെമി ഇപ്പോൾ കഴിയുന്നത്. സംഭവ ദിവസം രാവിലെ തന്റെ പിന്നിലൂടെ വന്ന അഫാൻ തന്റെ ഷോളിൽ പിടിച്ചിട്ട് ഉമ്മച്ചി എന്നോട് ക്ഷമിക്കുകയും പൊറുക്കുകയും വേണം എന്ന് പറഞ്ഞുവെന്ന് ഷെമി മൊഴി നൽകിയിരുന്നു. ക്ഷമിച്ചു മക്കളെ എന്ന് മറുപടി പറയുമ്പോൾ കഴുത്തിൽ ഷോൾ മുറുക്കുന്നത് പോലെ തോന്നി, തുടർന്ന് ബോധം നഷ്ടപ്പെട്ടു എന്നും അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അഫാൻ വിഷം കഴിച്ചതുമായി ബന്ധപ്പെടുന്ന രാസപരിശോധനയിൽ ഉള്ളിൽ ചെന്ന എലിവിഷത്തിന്റെ അളവ് ചെറിയ തോതിൽ മാത്രമായിരുന്നുവെന്ന് അധികൃതർ പറയുകയാണ്. എലിവിഷം ശീതളപാനീയത്തിൽ ചേർന്നതാണ് കഴിച്ചു എന്നത് പിന്നീടാണ് മദ്യപിച്ചതെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം അഫാനെ ഇനി കാണില്ല എന്നും കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നും പിതാവ് റഹീം നേരത്തെ പറഞ്ഞിരുന്നു. കൂട്ടക്കൊലപാതകം നടന്ന ആ വീട്ടിലേക്ക് പോവാൻ കഴിയുന്നില്ല എന്നും റഹീം വ്യക്തമാക്കിയിരുന്നു. 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാകുന്നതോടുകൂടി കൂട്ടക്കൊലപാതകത്തിലേക്ക് ഈ കേസിലെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കും. ജനുവരി 24-നാണ് കനത്ത കടബാധിതയെ തുടർന്ന് അഫാൻ 5 ക്രൂര കൊലപാതകങ്ങൾ നടത്തിയത്. സഹോദരൻ അഫ്സാൻ, SN പുരം ചുള്ളാളം സ്വദേശിയായ ഉപ്പയുടെ സഹോദരൻ ലത്തീഫ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഷാഹിദ, ഉപ്പയുടെ ഉമ്മ പാങ്ങോട് സ്വദേശി സൽമ ബീവി, പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി അഫാൻ തന്റെ കൊലപാതകം നടത്തിയ കാര്യം പോലീസിനോട് ഏറ്റുപറയുകയായിരുന്നു. അതേസമയം കേസിൽ 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. സഹോദരൻ അഫ്സാന്റെയും ഫർസാനയുടെയും കൊലപാതകത്തിൽ പെരുമലയിൽ വീട്ടിലടക്കം 8 ഇടങ്ങളിൽ എത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. 3ാം ഘട്ട തെളിവെടുപ്പിന്റെ ഭാഗമായി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം പ്രതിയുമായി എത്തിയത് പെരുമലയിലെ പ്രതിയുടെ വീട്ടിലേക്കാണ്. ശേഷം സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എലിവിഷം വാങ്ങിയ കടയിലും പെപ്സി, മുളകുപൊടി, ചുറ്റിക, ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും പോലീസ് ഒരിക്കൽ കൂടി പ്രതിയെ എത്തിച്ചിരുന്നു. എന്തായാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷെമിയിലേക്ക് തിരിയുകയാണ് പോലീസ്. ഒരുപക്ഷെ ഷെമി ഇനിയും സത്യം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും തന്നെ പോലീസ് ഈ അഫാൻ തന്നെ കൃത്യമായി
കൃത്യമായി കൃത്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ദൃശ്യങ്ങൾ ഒരുപക്ഷെ കാണിക്കാൻ ഇടയുണ്ടാകുമായിരുന്നു. എന്തായാലും അഫാനുമായി തെളിവെടുപ്പിന് വന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നേരത്തെ യൂട്യൂബിൽ ഷെമി കണ്ടു, അതായത് ലൈവായി തന്നെ ചാനലിലൊക്കെ തന്നെ ഷെമി കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയുകയും പോലീസിനോട് ഇനി സത്യം പറയാതിരുന്നിട്ട് കാര്യമില്ല, അവർക്കെല്ലാം ബോധ്യമായി, ഒരുപക്ഷെ സത്യം പറഞ്ഞാൽ മാപ്പ് സാക്ഷി വരെ ആക്കാനുള്ള സാധ്യതയുണ്ട്, തനിക്കിനി ഇളയ മകനും പോയി, തനിക്കിനി മൂത്ത മകൻ മാത്രമേ ഉള്ളൂ, അവൻ അറിയാതെ ചെയ്തു പോയതാണ്, അവന് മാനസികമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സാമ്പത്തികപരമായി വലിയ കടത്തിലായിരുന്നു, അതൊക്കെ തന്നെയാണ് എൻ്റെ മകനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന് വ്യക്തമാക്കുകയാണ്. മാത്രമല്ല നിലവിലേതായാലും അഫ്സാൻ പറയുന്നുണ്ട് മരിക്കാനായി ഞങ്ങൾ എല്ലാവരും തയ്യാറെടുക്കുകയായിരുന്നു എന്ന്. ഒരുപക്ഷെ അതുകൂടി കൊണ്ടായിരിക്കാം അഫ്സാൻ എന്ന ഇളയ മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ മകൻ ആ കുട്ടിക്കും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. വീട്ടിലെ അമ്മയും ചേട്ടനും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ഈ പൈസ വേണമെന്ന് മനസ്സിലാകുന്നു, ആഡംബര ജീവിതത്താൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വീട്ടിലേക്ക് നിരന്തരം വരുന്ന കടക്കാർ, ഇവയെല്ലാം കണ്ടുവരുന്ന ഒരു കുട്ടി കൂടിയാണ് 9ാം ക്ലാസ്സുകാരൻ. അവന്റെ ഫോണിൽ നിന്ന് തന്നെ അവനെ കൊണ്ട് തന്നെ സെർച്ച് ചെയ്യിപ്പിക്കുകയായിരുന്നു എങ്ങനെയാണ് മരിക്കാമെന്ന്. ഇതെല്ലാവരും കാണുകയാണ്. പക്ഷെ എന്തുകൊണ്ട് അന്ന് രാവിലെ പോലും സ്കൂളിൽ പോയി തിരികെ വന്ന, അല്ലെങ്കിൽ അന്ന് രാവിലെ പോലും സ്കൂളിൽ പോയി പരീക്ഷ എഴുതിയിരുന്ന ആ കുട്ടി ആരോടും ഒരു വാക്കും പറയാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ ചോദ്യത്തിന് ഉത്തരം ഒരുപക്ഷെ ഇതൊന്നും തന്നെ ആരോടും പറയാനായി തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ആരോടും പറയാൻ താൻ തയ്യാറല്ല, ഒരുപക്ഷെ മരിക്കാൻ ആ കുട്ടിയും തയ്യാറായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ അവസാനെ കൊണ്ട് എന്തിനു ചെയ്യിപ്പിച്ചു, ആ മൊബൈൽ ഫോണിൽ എന്തിനങ്ങനെ നോക്കിച്ചു നടക്കുമ്പോൾ ചോദ്യങ്ങളുമുണ്ട്. റഹീം ഏറ്റവും കൂടുതലായി വിഷമിച്ചത് അല്ലെങ്കിൽ ദുഃഖിച്ചത്, റഹീം പറഞ്ഞത് എന്തിനാ ഇളയ മകനെ കൊന്നു എന്നാണ്, ഇത്രയും ക്രൂരമായി ഇളയ മകനെ എന്തിനു കൊന്നു എന്നുള്ളതാണ് റഹീം ആദ്യം ചോദിച്ചത്. റഹീം ഇപ്പോഴും വിശ്വസിക്കാനോ ദഹിക്കുവാനോ പോലും കഴിയാത്ത കാര്യവും അത് തന്നെയാണ്. ഇളയ മകനെ എന്തിനിങ്ങനെ കൊന്നു? കാരണം അച്ഛനില്ലാത്ത സമയങ്ങളിൽ അച്ഛന്റെ സ്ഥാനത്ത് നിന്നും ഒരു ജ്യേഷ്ഠന്റെ സ്നേഹവും അച്ഛന്റെ സ്നേഹവും ഒരുമിച്ച് കൊടുക്കുകയും 23 വയസ്സുകാരനായിട്ടുള്ള അഫാന് 13 വയസ്സ് എളുപ്പത്തിൽ ഇളയ മകനായും സഹോദരനായുമാണ് അഫ്സാൻ വളർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഫ്സാനെ എങ്ങനെയാണ് അഫാൻ ഇങ്ങനെ കൊടും ക്രൂരമായി കൊല്ലാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അഫാൻ തന്നെ പറഞ്ഞ മൊഴി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അഫ്സാന്റെ മരണശേഷം അഫാൻ അവിടെ കുത്തി നിലത്തിരുന്ന കരയുകയായിരുന്നു, പൊട്ടി കരയുകയായിരുന്നു എന്നാണ്. മാത്രമല്ല തൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പണവും കൊണ്ട് ഈ അഫ്സാൻ അവിടെ നിറയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇഷ്ടഭക്ഷണമായി കുഴിമന്തി അടക്കം വാങ്ങിക്കൊടുക്കാനുള്ള കാശ് കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെ തന്നെയാണ് കൊന്ന് എറിയുകയായിരുന്നു എന്നുള്ളതാണ്. ഈ അഫാന് മാപ്പില്ലാത്തത് ഇങ്ങനെ കൊടും ക്രൂരമായി ഇവരെ എല്ലാം തന്നെ കൊന്നു തള്ളിയലാണ്. എന്തുകൊണ്ട് നീ ആത്മഹത്യ ചെയ്തില്ല എന്ന ചോദ്യത്തിന് ഭയമായിരുന്നു എന്നാണ് ഉത്തരം നൽകിയത്. ഇവരെ എല്ലാവരെയും ക്രൂരമായി കൊന്ന അഫാന് സ്വയം മരിക്കാൻ ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ എലിവിഷം വാങ്ങിയാലും വളരെ ചെറിയ അളവിൽ മാത്രമാണ് ജ്യൂസിൽ കലക്കിയിരുന്നത്. അതിന്റെ രാസപരിശോധന ഫലത്തിൽ നിന്നാണ് ഇതെല്ലാം തന്നെ ഈ അഫാന്റെ ഉഡായിപ്പായിരുന്നോ എന്ന തരത്തിലുള്ള ചോദ്യവും ഉയരുന്നത്.